വാഷിംഗ്ടൺ ഡിസിയിലെ മലയാളികളുടെ കലോത്സവമായ ടാലന്റ് ടൈമിന് തുടക്കമായി. മെരിലാൻഡിലെ ബെതസ്ഡയിലുള്ള നോർത്ത് ബെതസ്ഡ മിഡിൽ സ്കൂളാണ് ടാലന്റ് ടൈമിന്റെ ആദ്യ ദിവസത്തിന് വേദിയായത്. വാഷിംഗ്ടൺ ഡിസി ബ്യൂറോയിൽ നിന്ന് വേണുഗോപാലൻ കൊക്കോടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തുടക്കം കുറിച്ച ടാലന്റ് ടൈമിന് വർഷം തോറും മത്സരാർത്ഥികൾ വർദ്ധിച്ചു വരികയാണ്. വാഷിംഗ്ടൺ ഡിസി പ്രദേശത്തുള്ള മലയാളി കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ മികച്ച കലോത്സവമായി ടാലന്റ് ടൈം മാറിക്കഴിഞ്ഞു. കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടൺ എന്ന പ്രമുഖ സംഘടനയാണ് കേരളത്തിലെ യുവജനോത്സവത്തിന്റെ മാതൃകയിൽ ടാലന്റ് ടൈം എല്ലാ വർഷവും നടത്തുന്നത്. കുട്ടികളും മുതിർന്നവരും വിവിധ വിഭാഗങ്ങളിലായി നടത്തുന്ന കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. മലയാളികൾക്ക് പുറമെ മറ്റു ഭാഷകളിൽ നിന്നുള്ള കുട്ടികളും 3 ദിവസങ്ങളിലായി നടത്തുന്ന ടാലന്റ് ടൈമിൽ പങ്കെടുക്കുന്നുണ്ട്. മാർച്ച് 23 ശനിയാഴ്ച നടന്ന ആദ്യ ദിവസത്തിലെ മത്സരങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ, ശാസ്ത്രീയ നൃത്തം, ഇംഗ്ലീഷ് ഉപന്യാസ രചന, നാടോടി നൃത്തം, തന്ത്രിവാദ്യം, കുഴൽവാദ്യം, കളറിംഗ്, ലിറ്റിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസസ്, മാത്തമാറ്റീഷ്യൻ, ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ, മലയാളം പ്രസംഗം, സ്പെല്ലിംഗ് ബി പ്രാരംഭ മത്സരങ്ങൾ, ഇംഗ്ലീഷ് കഥയെഴുത്ത് എന്നിവ ഉണ്ടായിരുന്നു. കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സമയ ക്രമീകരണം സംഘാടകർ നടത്തിയിരുന്നു. ടാലന്റ് ടൈം ഏകോപന സമിതിയിലെ ഷേർലി നമ്പ്യാർ, ധന്യാജി, ഷെഫീല ഷെരീഫ്, ഷാഹുൽ ഹമീദ്, അരുൺ മോഹൻ, വൃന്ദ ശ്രീജിത്ത് എന്നിവരാണ് കലോത്സവ മേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. വിജയകരമായ ആദ്യ ദിനം കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സംഘാടകരെന്ന് KAGW പ്രസിഡന്റ് നിരാർ ബഷീർ പറഞ്ഞു. കേരള അസോസിയേഷന്റെ ഈ വർഷത്തെ ടാലന്റ് ടൈം 2019 ആദ്യത്തെ ദിവസമാണെന്ന്. ഇന്നത്തെ ദിവസം ഏകദേശം 13ഓളം ഈവന്റുകൾ നടന്നു. അതിൽ ഏകദേശം 250ഓളം കുട്ടികൾ പങ്കെടുത്തു. ഈ പരിപാടിയുടെ 3 ദിവസങ്ങളായിട്ട് നടക്കുന്നത്. രണ്ടാമത്തെ ദിവസം ഏപ്രിൽ 6-നും 3-മത്തെ ദിവസം ഏപ്രിൽ 27-നുമാണ്. രണ്ടാമത്തെ ദിവസത്തെ പരിപാടികളിലാണ് കൂടുതൽ സിനിമാറ്റിക് ഡാൻസ്, പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്, അത്തരത്തിലുള്ള പരിപാടികൾ. അതിലും ഏകദേശം 300ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ടാലന്റ് ടൈമിൻ്റെ 3-ാം ദിവസം അത് ഫിനാലെയാണ്. അതിൽ ഏകദേശം 800ഓളം കുട്ടികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുക്കും. ടാലന്റ് ടൈമിന്റെ 2-ാം ദിനം ഏപ്രിൽ 6-ന് ഇതേ സ്കൂളിൽ വെച്ച് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കർണാടിക് സംഗീതം, സിനിമാറ്റിക് നൃത്തം, ചലച്ചിത്ര ഗാനം, ചെറിയ കുട്ടികളുടെ പ്രച്ഛന്നവേഷം, ജലഛായാചിത്രം, പെൻസിൽ രേഖാചിത്രം, മലയാളം പദ്യം ചൊല്ലൽ, ഇംഗ്ലീഷ് കവിതാരചന, ഇംഗ്ലീഷ് പ്രസംഗം, സ്പെല്ലിംഗ് ബി ഫൈനൽ, ഡിബേറ്റ്, യോഗ എന്നിവയിലാണ് 2-ാം ദിനം മത്സരങ്ങൾ നടക്കുന്നത്. ഏപ്രിൽ 27-ന് മെർലിൻഡിലെ ബെത്തസ്ഡയിലുള്ള വാൾട്ടർ ജോൺസൺ ഹൈസ്കൂളിൽ വെച്ചാണ് 3-ാം ദിന മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. ടാലന്റ് ടൈമിന്റെ എല്ലാ മത്സരങ്ങളിലെയും വിജയികളുടെ പ്രഖ്യാപനവും സമ്മാനദാനവും അന്നുണ്ടാകും. മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ കലാതിലകവും കലാപ്രതിഭയും തിരഞ്ഞെടുക്കപ്പെടും. നാട്ടിലെ നിർധനരായ ക്യാൻസർ രോഗികളെയും അവരുടെ കുട്ടികളെയും സഹായിക്കാൻ KAGW തുടങ്ങിവെച്ച താങ്ങും തണലും എന്ന സംരംഭത്തിന്റെ ബൂത്തും ഈ അവസരത്തിലുണ്ടായിരുന്നു. സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് KAGW വെബ്സൈറ്റിലൂടെ സംഭാവനകൾ നൽകാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. റിപ്പോർട്ടർ, വാഷിംഗ്ടൺ DC.